എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോളിയും പാൽപ്പായസമാണ്. ഞങ്ങൾ തിരുവനന്തപുരത്തുകാരുടെ സദ്യയിൽ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ബോളി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളിയും പിന്നെ എളുപ്പത്തിന് കുക്കറിൽ ഒരു പാൽപ്പായസം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. Hey guys, welcome to our channel Walkie Talkie, through the walks and talks of our life. Do like, share, comment and subscribe. നമുക്കിപ്പോൾ ആദ്യം കുക്കറിൽ എളുപ്പത്തിനൊരു പാൽപ്പായസം ഉണ്ടാക്കാം. അതിനാദ്യം ഞാൻ എടുത്തേക്കുന്ന ഒരു 2 പിടി, നമ്മുടെ കൈപ്പിടിയിൽ 2 പിടി പൊടിയരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഉണക്കലരി, പൊടിയരി, ബസ്മതി റൈസൊക്കെ നമുക്കിതിന് യൂസ് ചെയ്യാം. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമ്മൾ ഒരു 15 മിനിറ്റ് അതൊന്ന് കുതിരാൻ വെക്കും. ഓക്കെ, 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ കുക്കർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാൻ നമ്മൾ 2 പിടി അരിയെ എടുക്കുന്നുള്ളൂ. പക്ഷേ കുക്കർ ഏറ്റവും വലിയ സൈസ് നോക്കി എടുക്കണം. കാരണം നമ്മളിത് കുറച്ച് നേരം അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് അപ്പോഴത്തേനും ചെറിയ കുക്കറാണെങ്കിൽ പെട്ടെന്ന് തൂവിപ്പോവും. അപ്പോൾ വലിയ കുക്കറാണെങ്കിൽ അങ്ങനെ തൂവി പോകത്തില്ല. ഇൻ കേസ് തൂവിലും കുഴപ്പമില്ല, പക്ഷേ വലിയ കുക്കറാണെങ്കിൽ കൂടുതൽ അങ്ങനെ പുറത്തേക്ക് സ്പില്ല് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അതുപോലെ നമ്മൾ കുക്കർ എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ടുള്ള കുക്കർ എടുക്കണം. കാരണം നമ്മൾ മുന്നേ ഉണ്ടാക്കിയ കറിയുടെ എന്തെങ്കിലും അംശമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പാലൊഴിച്ച് ഉണ്ടാക്കുന്നതിന് ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഓയിൽ കണ്ടന്റ് ഒന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഇപ്പം നെയ്യ് ഉരുകി കഴിഞ്ഞ് നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാം. ഈ അരി ഇട്ടിട്ട് നമ്മൾ ഒരു 1/4 കപ്പ്, ഞാനിത് ബോളിയുടെ കൂടെയാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഞാൻ 1/4 കപ്പ് ഇടുന്നുള്ളൂ. നമ്മളല്ലാതെ ഇത് മാത്രമായിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ 1 കപ്പ് ഇടാം. എന്നിട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇത് രണ്ടും കൂടെ വഴറ്റി എടുക്കുവാണ്. നമ്മൾ ഈ അടപ്രഥമനൊക്കെ ഉണ്ടാക്കുവാണെങ്കിലും നമ്മൾ നെയ്യിൽ അട വഴറ്റി എന്താ പറയുക ശർക്കരയും കൂടി ഇട്ടൊക്കെ വഴറ്റത്തില്ലേ, ആ സെയിം തന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ പ്രോസസ്സേ അവോയ്ഡ് ചെയ്യാം. അതായത് ഡയറക്റ്റ് നമ്മൾ അരിയും പഞ്ചസാരയും പാലും കൂടെ ഒരുമിച്ച് ഒഴിച്ചിട്ട് ഡയറക്റ്റ് അങ്ങ് കുക്കർ അടച്ചു വെക്കുക ചെയ്യുന്നത്. പക്ഷേ ഇത് എനിക്കൊന്ന് വഴറ്റിയെടുക്കുന്നതിന് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ വഴറ്റിയെടുക്കുകയാണ് നന്നായിട്ട്. അപ്പം ആദ്യം നമുക്ക് കാണാം പഞ്ചസാരയൊക്കെ നന്നായിട്ട് ലയിച്ചിട്ട് ഇങ്ങനെ വെള്ളം പരുവത്തിലാവും. അപ്പം നല്ല തിളച്ച് വരുമ്പോഴത്തേക്കും പിന്നെ അത് വറ്റാൻ തുടങ്ങും. കണ്ടോ, കുറേശ്ശെ ഇപ്പോൾ വെള്ളത്തിൻ്റെ എമൗണ്ടൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ആദ്യം ആ ഒരു എന്താ പറയുക പഞ്ചസാര ഉരുകി തുടങ്ങിയ സമയത്തുള്ള വെള്ളത്തിൻ്റെ അംശമൊന്നും ഇപ്പം ഇല്ല. ഇപ്പം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കുറഞ്ഞ് അവസാനം ഈ ഒരു ജലാംശം കംപ്ലീറ്റ് ആയിട്ട് മാറും. എന്നിട്ട് അരി മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതൊരു ചെറിയ ബ്രൗണിഷ് കളറും ആവും. അതായത് നമ്മുടെ ഷുഗർ കംപ്ലീറ്റ് കാരമലൈസ് ആയി. ആ ഒരു കാരമലൈസ് ഷുഗറിൻ്റെ ആ ഒരു മധുരവും അത് കൊടുക്കുന്ന ഒരു പിങ്ക് കളറുമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആ ഒരു കാരമൽ ഇതിപ്പോൾ കണ്ടോ നിങ്ങൾ, അത് എന്താ പറയുക ഓരോന്നായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വന്നില്ലേ. ഇത് നോക്കിയേ, നേരത്തെ ആണെങ്കിൽ അത് മൊത്തം വെള്ളമായിട്ടല്ലേ ഇരുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമുക്ക് ഇതിലെ ഫ്ലെയിം ഏറ്റവും ലോ ആക്കിയിട്ട് അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. കാരണം ഫ്ലെയിം ലോ ആക്കിയില്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമാതിരി തെറിക്കും. സോ അത് ശ്രദ്ധിച്ച് വേണം പാലൊഴിച്ചു കൊടുക്കാൻ. നമ്മൾ ഈ പാലൊക്കെ ആഡ് ചെയ്ത് ഇളക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും താഴെയെല്ലാം അടിയിൽ പിടിച്ചിരിക്കുന്ന ഒരു ഫീല്, എല്ലാം ഇങ്ങനെ അടിയിൽ ഒട്ടിയിരിക്കുന്ന പോലെ തോന്നും. പേടിക്കണ്ട, അത് നമ്മളെ പാല് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും അത് വീണ്ടും ഷുഗർ ഉരുകി തുടങ്ങി വീണ്ടും അതെല്ലാം ഇളകി നമ്മൾ ഈ പാലിലൂടെ തന്നെ മിക്സപ്പ് ആയി പോകും. അടിയിലൊന്നും പിടിച്ചിരിക്കത്തില്ല. ഓക്കെ, അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിങ്ങനെ ഇളക്കിയ താഴെ പറ്റി പിടിച്ചിരിക്കുന്നത് നമുക്ക് തോന്നുന്നു. അത് മൊത്തം ഇളകി കഴിയുമ്പോൾ നമുക്ക് അടപ്പെടുത്ത് നമ്മുടെ കുക്കർ അടയ്ക്കാം. പക്ഷേ ഞാൻ വെയിറ്റ് വെക്കുന്നില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആവി വന്ന് തുടങ്ങും. ആവി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ഫ്ലെയിം കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കണം. അതും നമ്മൾ ഏറ്റവും ചെറിയ അടുപ്പിൽ തന്നെ വെക്കാൻ നോക്കുക. ഇനി നമുക്ക് മേളിൽ വെയിറ്റ് വെച്ച് കൊടുക്കാം. വെയിറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഏറ്റവും ലോ ഫ്ലെയിമാണ്. ചിലപ്പോൾ ഒരു 30 മിനിറ്റ് നമുക്കിത് ഈ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മേളിൽ കൂടെ പാല് തൂവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, 30 മിനിറ്റ് എന്തായാലും ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കണം.
ഇതിപ്പോൾ പാലൊന്നും തൂവിയിട്ടില്ല. ഇത് ഞാനൊരു അരമണിക്കൂർ അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ച ശേഷം പിന്നെ ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം ആവി മൊത്തം പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിപ്പോൾ ഓപ്പൺ ചെയ്തത്. നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം ആ ഒരു ലൈറ്റ് പിങ്കിഷ് കളറാണ് പാൽപ്പായസത്തിന്. നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ലൂസ് ആവണം എന്നുള്ളവർക്ക് പിന്നീട് ഇത് വീണ്ടും ഇരുന്ന് കുറുകും. അതുകൊണ്ട് പിന്നീട് ബോളി ഉണ്ടായി കഴിക്കാൻ നേരത്തുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കുക്കർ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ബോളി ഉണ്ടാക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കളറിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്യാം, പക്ഷേ മഞ്ഞൾപ്പൊടി ആയിരിക്കും നാച്ചുറൽ വേ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നമുക്ക് കുഴച്ചെടുക്കണം. ഇത് ചപ്പാത്തിയെക്കാളും കുറച്ചിട്ട് ലൂസ് പരുവാണ്. പിന്നെ മൈദ ആയതുകൊണ്ട് നമ്മൾ കുഴയ്ക്കുമ്പോഴാണെങ്കിലും നല്ല ഒട്ടൽ ഫീൽ ചെയ്യും. അപ്പം നമ്മൾ കുറേശ്ശെ നല്ലെണ്ണയും കൂടെ കയ്യിൽ തേച്ചിട്ട് കുഴച്ചെടുക്കാൻ നോക്കണം. മൈദ ആയതുകൊണ്ട് അതിങ്ങനെ നമ്മളെ കയ്യിലും പാത്രത്തിലൊക്കെ മൊത്തം ഒട്ടിപ്പിടിച്ചിരിക്കും. ഇപ്പോൾ കുറേശ്ശെ നല്ലെണ്ണയുടെ കയ്യിൽ തേച്ച് നമുക്കിങ്ങനെ സൈഡിൽ നിന്നും കൂടെയൊക്കെ മാവൊക്കെ ഇങ്ങനെ കുഴച്ച് ഇതിലേക്ക് ചേർത്ത് എടുക്കാം. അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ, ചപ്പാത്തി പരുവത്തിനേക്കാളും കുറച്ചുകൂടി ലൂസായിരിക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ വലിക്കുമ്പോൾ ഇതുപോലെ വലിഞ്ഞു വരണം. ഇതാണ് ഇതിൻ്റെ ബോളിയുടെ മാവിൻ്റെ ഒരു പരുവം. ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കാം. കുറച്ച് നല്ലെണ്ണ കയ്യിൽ തേച്ച ശേഷം നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മൈദ മൊത്തം വീണ്ടും നമ്മുടെ കയ്യിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് താഴ്ത്തി വെക്കണം. കാരണം ഇപ്പോഴും നല്ല സോഫ്റ്റ് ആണ്. ഇതുപോലെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ താഴ്ത്തി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം. അതായത് ഈ മൈദമാവ് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദമാവ് ഇതിൽ ഈ നല്ലെണ്ണയിൽ കുതിർന്ന് മുങ്ങിയിരിക്കണം. കണ്ടോ, ഇതുപോലെ നമുക്കൊരു 1 മണിക്കൂർ വെച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ വെച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നല്ലെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ എടുത്താൽ മതി. പക്ഷേ ബെസ്റ്റ് റിസൾട്ട് നല്ലെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ പാർട്ട്, അതായത് ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് പ്രിപ്പയർ ചെയ്യാൻ പോകണം. അതിനൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ 1/2 കപ്പ് കുതിർത്ത് വെച്ച ചനാദാൽ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തു. ഇനി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് പ്രഷർ കുക്ക് ചെയ്യണം. ഒരു 1-2 വിസിലിന് നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ പ്രഷർ കുക്ക് ചെയ്തിട്ട് ഇപ്പം ആവിയൊക്കെ പോയിട്ട് ഞാൻ വെച്ചേക്കുവാണ്. ഇതിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു മെയിൻ കാര്യമാണിത്, നന്നായിട്ട് വേവണം. കാരണം നമ്മൾ ഇത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ചൂട് മാറി കഴിയുമ്പോഴത്തേക്കും ഇത് അരച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഇത് അരഞ്ഞു കിട്ടത്തില്ല. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലൊന്ന് നെയ്യ് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്ത ഈ ചനാദാൽ മിക്സ്ചർ നമുക്ക് ഇതിലിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. കൂടുതലായിട്ട് ഇത് നമ്മുടെ പാനിലേക്ക് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും വഴറ്റിക്കൊണ്ടിരിക്കണം. ഇതിൽ നമ്മൾ ഒരല്പം ചുക്കുപൊടിയും പിന്നെ ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ വഴറ്റി ആ ഒരു പച്ചമണമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നമുക്ക് മറ്റേനോടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതും കൂടെ നമുക്ക് ഇതുപോലെ ഈ നെയ്യ് തന്നെ അതുകൊണ്ട് മിക്സ് ചെയ്ത് വഴറ്റി എടുക്കാം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പഞ്ചസാരയും ഈ ചനാദാലും നമ്മൾ അരച്ചെടുത്ത ആ മിക്സ്ചറും കൂടി ഇതിലിരുന്ന് വഴണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞ് ഇതുപോലെ ഈ ഒരു പരുവത്തിൽ കിട്ടും. അപ്പോൾ ഇത് നമുക്കിനി ഇത് ചൂട് ചെറുതായിട്ട് മാറിക്കഴിയുമ്പം ചെറിയ ചൂടിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. കയ്യിലൊരല്പം നെയ്യ് തടവിയ ശേഷം ഉരുട്ടിയെടുക്കുന്നതായിരിക്കും എളുപ്പം. നേരത്തെ കുഴച്ചു വെച്ച മൈദമാവ് ഒരു 2 മണിക്കൂർ ആ ഒരു നല്ലെണ്ണയിൽ ഇരുന്ന് സെറ്റായതാണ്. ആ നല്ലെണ്ണ മൊത്തം ഞാനിപ്പോൾ ഒഴിച്ച് മാറ്റി. ഇനി നമുക്കൊരു കയ്യിൽ ഇച്ചിരി നെയ്യ് തേച്ച ശേഷം ഇതിന്നൊരു ചെറിയ ബോള് മൈദമാവ് എടുത്ത് നമ്മളെ കയ്യിലേക്ക് വെച്ച് കുറച്ച് നെയ്യ് മറ്റേ കയ്യിൽ തടവിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കണം. നന്നായിട്ടങ്ങ് പരത്തണം. ഒരു തിൻ ലെയർ മാത്രമേ കാണാവൂ. ആ ഒരു കടലപ്പരിപ്പ് കൊണ്ടുള്ള ഉരുളകളെ കവർ ചെയ്യാനുള്ള മൈദമാവ് മാത്രം മതി. ജസ്റ്റ് ഒരു കവറിങ് മാത്രം.
കൂടിപ്പോയാൽ മൈദമാവിൻ്റെ ഒരു ചുവ വരും. നമുക്ക് ആക്ച്വലി മൈദമാവ് ജസ്റ്റ് ഒരു കോട്ടിംഗ് ആയിട്ട് ഇതിന്, അല്ലെങ്കിൽ നമ്മൾ കടലപ്പരിപ്പ് മാത്രം വെച്ച് പരത്തിയാൽ ഇതുപോലെ നിൽക്കത്തില്ലല്ലോ, അത് പൊടിഞ്ഞു പോകും. അപ്പോൾ അതിന് ആ ഒരു പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു കോട്ടിംഗ് ആയിട്ട് മാത്രമാണ് മൈദമാവ് വയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഗ്യാപ്പൊക്കെ വരുവാണെങ്കിൽ അവിടെ നമുക്ക് വിരൽ വെച്ചിട്ട് ഇതുപോലെ തേച്ച് ആ ഗ്യാപ്പൊക്കെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിൽ കുറച്ച് നെയ്യ് തേച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് വെച്ച് എളുപ്പമായിരിക്കും. എന്നിട്ട് നമുക്കത് ഇതുപോലെ ബോളാക്കി എടുക്കാം. ഇനി അതിനെ നമ്മളൊരു അരിപ്പൊടിയിൽ മുക്കി എടുക്കുവാണ്. കാരണം ഇതിന് നമ്മൾ പരത്താൻ പോവുകയാണല്ലോ. അപ്പോൾ പരത്തുമ്പോഴത്തേനും അല്ലെങ്കിൽ അവിടെ ഒട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അരിപ്പൊടി നമ്മളിതുപോലെ വെതറിയിട്ട് അരിപ്പൊടിയിൽ മുക്കിയ ആ ഒരു ചനാദാല അല്ലെ കടലപ്പരിപ്പിൻ്റെ ആ ഒരു ബോളൊക്കെ മൈദ വെച്ച് കവർ ചെയ്ത് നമ്മളിതുപോലെ ഇനി പരത്തിയെടുക്കുകയാണ്. നന്നായിട്ട് പരത്തിയെടുക്കണം. ഒരുപാട് പ്രഷർ കൊടുക്കരുത്. കാരണം നമുക്കറിയാം അകത്തെ സാധനം സോഫ്റ്റാണ്, മൈദയുടെ ഒരു ചെറിയ ലെയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ പതുക്കെ, ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ അത് ഓൾറെഡി ചൂടാണ്, ചെറിയൊരു ചൂടുണ്ട് നമ്മൾ അകത്തെ കടലപ്പരിപ്പിൻ്റെ ആ ബോളിന്. അതുപോലെ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് പരത്തുമ്പോൾ തന്നെ നന്നായിട്ട് പരന്ന് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു കടലപ്പരിപ്പ് നന്നായിട്ട് വേവണമെന്ന്. ഇപ്പോൾ കടലപ്പരിപ്പ് വെന്തില്ലായിരുന്നെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ പരത്തുമ്പോൾ സ്മൂത്തായിട്ട് പരത്തിയെടുക്കാൻ പറ്റത്തില്ല. ആ കടലപ്പരിപ്പ് കിടന്നിട്ട് നമ്മൾ പരത്തുമ്പോൾ ബോളി പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് കടലപ്പരിപ്പ് നന്നായിട്ട് വേവണമെന്ന് പറയാൻ കാരണം. പരത്തി കഴിഞ്ഞിട്ട് ആ അരിപ്പൊടി മൊത്തം തട്ടി കളഞ്ഞിട്ടാണ് നമ്മൾ ചുടാൻ എടുക്കുന്നത് കേട്ടോ. നമ്മൾ ഈ പാൻ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലോട്ടാണ് ഈ ബോളി ഇട്ട് കൊടുക്കുന്നത്. ഇനി അത് ആ ഒരു ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന്, ഇപ്പോൾ കണ്ടോ കളർ മാറുന്നത്, നമുക്ക് കളർ മാറി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി ഇത് അപ്പുറത്തെ സൈഡിലും കൂടെ വേവിച്ചെടുക്കാം. കണ്ടോ ഈ സൈഡിലൊക്കെ ആ ഒരു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബോളിയുടെ ആ ഒരു കളർ ഉണ്ടോ. അപ്പോൾ ഇനി അത് നമുക്കൊന്നും കൂടെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം എനിക്ക് തോന്നുന്നു രണ്ട് സൈഡും വെന്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു. നമുക്കിനി ഇതിലേക്ക് നെയ്യ് തേച്ച് കൊടുക്കാം. ഇനി മടക്കിയെടുക്കാം. മടക്കിയിട്ട് ജസ്റ്റ് ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലും കൂടെ കുറച്ച് നെയ്യ് തേച്ചെടുക്കാം. അപ്പം നമ്മുടെ സോഫ്റ്റ് ആൻഡ് ഡെലീഷ്യസ് ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റാണ്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പിച്ച് കാണിച്ചു തരാം. കണ്ടോ നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലേക്കിയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്